ഈ ആമസോണിൽ വിൽക്കുന്ന 90% ആൾക്കാരും ഈ ഒരു പരിപാടി 2-3 മാസം കൊണ്ട് തുടങ്ങിയിട്ട് നിർത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ഒന്ന് വെച്ചാൽ പ്രൈസിങ്ങിന്റെ പ്രശ്നം. അതായത് നമ്മൾ ഈ ഓഫ്ലൈനിൽ എങ്ങനെ പ്രൈസ് ഇടുന്നു അതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യും ഈ ഓൺലൈനിൽ ഇടും. ഇതിന്റെ പുറകിലുള്ള ചെലവ് കാര്യങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഇഗ്നോർ ചെയ്യുന്നത്. അതായത് നമുക്ക് കസ്റ്റമർ റിട്ടേൺ വരുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ പാക്കിങ്ങിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ ഈ ഓർഡർ വരുന്നതനുസരിച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ആ പ്രൊഡക്റ്റിലെ കാര്യങ്ങളുടെ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നന്നായിട്ട് റിട്ടേൺ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് മാറ്റാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല. വെറുതെ അങ്ങോട്ട് വിൽക്കുക. അപ്പൊ ഈ സംഭവം ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് കയ്യിൽ എല്ലാ രീതിയിലും പോയിട്ടുണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാണ്ട് ഇടുക. അതായത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ആമസോണിൽ ഇത് മന്തിൽ എത്ര പോകുന്നുണ്ട് ആ രീതിയിലൊക്കെ മാത്രം നോക്കും. എന്നാൽ നമുക്ക് അത് എത്ര രൂപയ്ക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നോ, ഇത് ഇത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റുന്നോ, അങ്ങനെ കാര്യങ്ങൾ നോക്കാതെ വെറുതെ എത്ര ആമസോണിൽ സെയിൽ ആവുന്നുണ്ട് മന്തിൽ ആ ഒരു കണക്കിന്റെ ബേസിൽ എന്ത് ചെയ്യും ആമസോണിൽ ലിസ്റ്റിംഗ് ചെയ്യും. അപ്പൊ ഈ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി ആമസോണിനെ തന്നെ നിരവധി നല്ല നല്ല സെല്ലേഴ്സ് നല്ല റിവ്യൂ റേറ്റിംഗ് ഒക്കെ ആയിട്ട് ഇതേ സെയിം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടാവും. അത് വളരെ വില കുറച്ച് സെയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വില കുറച്ച് ചെയ്യാനും പറ്റൂല. പിന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്ത് ചെയ്യില്ല ഈ സെർച്ചിൽ വരില്ല. നമുക്ക് ആമസോണിലൊക്കെ ഒരു അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒരാൾ പ്രൊഡക്റ്റ് മേടിക്കാൻ നേരത്ത് ഇയാൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫസ്റ്റ് ആ ഫ്രണ്ട് പേജിൽ വരുന്ന പ്രൊഡക്ട്സ് മാത്രം നോക്കുക. 2-3 പേജ് നോക്കിയിരുന്നാലും ഈ സാധനം വാങ്ങിക്കാനായിട്ട് നിൽക്കൂല. അപ്പോ എന്ത് ചെയ്യുക അങ്ങനെ പ്രൊഡക്റ്റ് ഇത് സംഭവം കയറി വരാതിരിക്കുകയും ചെയ്യുമ്പോൾ 2-3 മാസമൊക്കെ നോക്കും. എന്നിട്ട് നമ്മളെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല, വിസിബിലിറ്റിയും കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും എല്ലാവരും നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ ആമസോണിലൊക്കെ സെയിൽ ചെയ്യാൻ നേരത്ത് പ്രൈസ് ഇടാനായിട്ട് നന്നായിട്ട് പഠിക്കണം. കറക്റ്റായിട്ട് പ്രൈസിങ് പക്കയായിരിക്കണം. അത് നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രൊഡക്റ്റിന്റെ മേലിൽ പോകരുത്. പിന്നെ റിട്ടേൺ ഞാൻ പറഞ്ഞത് റിട്ടേൺ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പ്രൊഡക്റ്റ് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സോഴ്സ് ചെയ്ത് വിൽക്കുക. അല്ലാണ്ട് ഒരിക്കലും ആ പ്രൊഡക്റ്റിന് പുറകെ പോകാതിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ഒരു ഓഫ്ലൈൻ മൈൻഡ് സെറ്റ് ആയിട്ട് ഒരിക്കലും ഓൺലൈനായിട്ട് വിജയിക്കില്ല.